നവംബർ 20 വിശുദ്ധ എഡ്മണ്ട് രാജാവ് ഈസ്റ്റ് അങ്കോളിയയിലെ രാജാവായ ഓഫ തന്റെ വാർദ്ധക്യം പ്രായശ്ചിത്തത്തിൽ ജീവിക്കാൻ ആഗ്രഹിച്ച് തന്റെ രാജ്യം 15 വയസ്സുള്ള തന്റെ മകൻ എഡ്മണ്ടിനെ ഏൽപ്പിച്ചു. 855 ക്രിസ്മസ് ദിവസം ഭക്തനായ രാജാവിനെ എൽമോറിലെ ബിഷപ്പ് കിരീടം അണിയിപ്പിച്ചു. രാജകുമാരന്മാർക്ക് ഒരു മാതൃകയായിരുന്നു അദ്ദേഹം. മുഖസ്തുതി ഇഷ്ടപ്പെട്ടിരുന്നില്ല. പ്രജകൾക്ക്, വിശിഷ്യ ദരിദ്രർക്ക് അദ്ദേഹം പിതാവായിരുന്നു. വിധവകളുടെയും അനാഥരുടെയും സംരക്ഷകനായിരുന്നു. വന്യജാതികളായ ഡെയിൻകാർ രാജ്യം ആക്രമിക്കുകയും പെട്ടെന്നുള്ള യുദ്ധത്തിൽ അദ്ദേഹം വിജയിക്കുകയും പിന്നീട് ഡെയിൻമാർ വലിയ സൈനിക സന്നാഹത്തോടെ തിരികെ വന്നു. അവരെ അഭിമുഖീകരിക്കുക സാധ്യമല്ലാത്തതിനാൽ സൈന്യത്തെ പിരിച്ചുവിട്ട് അദ്ദേഹം ഒളിവിൽ പോയി. എന്നാൽ ശത്രുക്കൾ അദ്ദേഹത്തെ കണ്ടുപിടിക്കുകയും അവരുടെ നേതാവിന്റെ പക്കൽ കൊണ്ടുവരികയും അദ്ദേഹത്തെ മതവിരുദ്ധവും ജനദ്രോഹവുമായ വ്യവസ്ഥകൾ പറഞ്ഞ് രാജാവ് അത് നിഷേധിച്ചു. രാജാവിനെ ഒരു മരത്തിൽ കെട്ടി ചാട്ടവാർ കൊണ്ടടിച്ചു, ശരീരം പിച്ചിക്കീറി. ഇതെല്ലാം ഈശോയുടെ നാമത്തിൽ വിളിച്ച് സഹിച്ചു. അവസാനം ശിരസ് ഛേദിക്കാൻ ഉത്തരവിടുകയും ചെയ്തു. 870 നവംബർ 20 30-ാമത്തെ വയസ്സിൽ രക്തസാക്ഷിത്വം പൂർത്തിയാക്കി. ഔദ്യോഗികമായി നാമകരണം ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും അദ്ദേഹത്തോടുള്ള വണക്കം അലക്സാണ്ടർ 7 മാർപ്പാപ്പ 1666 അംഗീകരിച്ചിട്ടുണ്ട്.